കേരളത്തിൽ പഠിക്കുന്ന കാലം മുതലേ കേൾക്കുന്ന നാമമാണ് ആല ഹസ്രത്തിന്റെ നാമം. അതെ, ഇമാം മുഹമ്മദ് റളാ ഖാൻ ബറേൽവി. ഇന്നത്തെ ചരിത്ര വിശേഷങ്ങൾ മഹാനെ കുറിച്ചാണ്. 1856 ജൂൺ 14 ഇന്ത്യയിലെ ബറേലിയിലെ ജയ്സോളി എന്ന സ്ഥലത്താണ് ഇമാം മുഹമ്മദ് റളാ ഖാൻ ജനിക്കുന്നത്. ആല ഹസ്രത്തിന്റെ യഥാർത്ഥ നാമം മുഹമ്മദ് എന്നായിരുന്നു. പിന്നീട് അൽ മുഖ്താർ എന്ന ചരിത്ര നാമം ലഭിച്ചു. എന്നിരുന്നാലും മുഹമ്മദ് റസ എന്ന പേര് നിർദ്ദേശിച്ചത് മഹാന്റെ മുത്തച്ഛനായ റസ അലി ഖാനാണ്. ഇന്ത്യൻ ഭൂഖണ്ഡത്തിലുടനീളമുള്ള ഇസ്ലാമിക പാണ്ഡിത്യത്തിന്റെയും ഭക്തിയുടെയും പര്യായമായി ഈ പേര് മാറി. ആല ഹസ്രത്ത് ചെറുപ്പം മുതലേ പ്രശസ്ത പണ്ഡിതനായ തന്റെ പിതാവ് നഖി അലി ഖാന്റെ ശിക്ഷണത്തിൽ വിദ്യാഭ്യാസം നേടുന്നുണ്ട്. 6 വയസ്സുള്ളപ്പോൾ അദ്ദേഹം ഖുർആൻ പാരായണം പൂർത്തിയാക്കി. 8 വയസ്സായപ്പോൾ ഹിദായത്ത് അൽ നഹ്വ് എന്ന കൃതിയെക്കുറിച്ചുള്ള തന്റെ ആദ്യ വ്യാഖ്യാനം എഴുതി. 6-ാം വയസ്സിൽ ഇസ്ലാമിക ദൈവശാസ്ത്രത്തെക്കുറിച്ച് 2 മണിക്കൂർ നീണ്ടുനിന്ന പ്രഭാഷണം നടത്തിയപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ അഗാധമായ ഭൗതിക കഴിവുകൾ വളരെ നേരത്തെ തന്നെ പ്രകടമായിരുന്നു. ഉറുദുവിലും അറബിയിലും ഫാരിസിയിലുമായി നിരവധി ഗ്രന്ഥങ്ങൾ മഹാൻ രചിച്ചിട്ടുണ്ട്. നല്ലൊരു കവി കൂടിയായിരുന്നു. എല്ലാ ദിവസവും മഹാനവറുകൾ മുത്തുനബിയുടെ പേരിൽ 3 കവിത എഴുതാതെ കിടന്നുറങ്ങാറില്ലായിരുന്നു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. ബറേലിയിൽ ആല ഹസ്രത്തിന്റെ മസാർ കൂടാതെ നിരവധി ആളുകളുടെ മസാർ കാണാൻ സാധിക്കും. ആ കൂട്ടത്തിൽ ഈ അടുത്ത് 2018 വഫാത്തായ മുൻ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി താജുശ്ശേരിയുടെ മസാറും കാണാൻ സാധിക്കും. താജുശ്ശേരി ആല ഹസ്രത്തിന്റെ പേരമകൻ കൂടിയാണ്. അന്നത്തെ ഇന്ത്യയിൽ ഇമാം മുഹമ്മദ് റളാ ഖാന്റെ കാലഘട്ടത്തിൽ വളർന്നു വന്ന പുത്തൻ ആശയക്കാരെ വേരോടെ പിഴുതെറിഞ്ഞ് ഇല്ലായ്മ ചെയ്തതുകൊണ്ട് ഇന്ത്യക്കകത്തും പുറത്തുമായി വിവിധ രാഷ്ട്രങ്ങളിൽ സുന്നി ആശയത്തിന്റെ മനോഹരമായ പാത നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ ഏറ്റവും വലിയ കാരണം ഇമാം ആല ഹസ്രത്ത് തന്നെയാണ്. ഒരൊറ്റ വീഡിയോ ക്ലിപ്പിൽ ഒതുങ്ങുകയില്ല മഹാനെക്കുറിച്ചുള്ള ചരിത്രങ്ങൾ. 1921 ഒക്ടോബർ 28 65-ാമത്തെ വയസ്സിൽ ബറേൽവിയിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. അള്ളാഹു മഹാനവറുകളുടെ ദറജ ഉയർത്തിക്കൊടുക്കട്ടെ. നിങ്ങൾക്ക് ഈ ഒരു ചരിത്രം ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക.